4 യൂണിറ്റിലും ഈ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഒരേ സമയം എടുക്കാൻ പറ്റും. അങ്ങനെയാണ് 30 ബോട്ടിൽ 1 മിനിറ്റിൽ നമുക്ക് തയ്യാറാവുന്നത്. ₹1 ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ കേരളം മുഴുവൻ ഗോലി സോഡയുടെ ബിസിനസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരി, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഗോലി സോഡ നിങ്ങൾ ഖത്തറിലും എത്തിച്ചു. അതെ അതെ, ഇത് നിങ്ങൾ നോക്കിയാ ഇതേപോലെ വെക്കുക. ജസ്റ്റ് വാവ്, അടിപൊളി. FG Rover എന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ട് നായാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. YNM ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്റെ കയ്യിൽ കാണുന്ന ഇതേപോലെ ഗോലി സോഡയാണ് കേട്ടോ. ഈ ഗോലി സോഡ പ്രൊഡക്ഷൻ മാത്രമല്ല നമുക്ക് ഇന്ന് ഇവിടുന്ന് അറിയാൻ സാധിക്കുന്നത്, ഇത് നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ബ്രാൻഡിൽ നമുക്ക് ചെയ്തു തരും. അതേപോലെ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ₹1 ഇൻവെസ്റ്റ് ചെയ്യാതെ ഗോലി സോഡയുടെ ബിസിനസ് തുടങ്ങാനുള്ള അവസരമൊക്കെ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ ഒക്കെ നമുക്ക് കാണണ്ടേ? നേരെ YNM കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ഗ്ലാജ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള മുസ്തഫിക്കാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഫിറോസ് ഭായി, നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 വർഷമായി. 2022 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. 3 വർഷം കംപ്ലീറ്റ് ആയി, 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളോട് ചെയ്യുന്ന ഗോലി സോഡയാണല്ലോ? അതെ, ഗോലി സോഡ. ഏതൊക്കെ ടൈപ്പാണ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ അടുത്ത് ഇപ്പം 3 ടൈപ്പ് ഓഫ് ബോട്ടിൽസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ട്രഡീഷണൽ ഗ്ലാസ് ബോട്ടിൽ, മോഡേൺ ഗ്ലാസ് ബോട്ടിൽ, പെറ്റ് ബോട്ടിൽ. മെയിൻ ആയിട്ട് നമുക്ക് 3 പ്രീമിയം ഫ്ലേവേഴ്സ് ആണ് ഉള്ളത്. ഗ്രീൻ ആപ്പിള്, കിവി ലൈമ്, പിന്നെ ഒരു മൊഹിത്തോ. അപ്പൊ ഇത് നോർമൽ, ഇത് പെറ്റ് ബോട്ടിലാണ്, നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽ. സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇത് ഗോലി സോഡയാണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് വരുന്നത് മോഡേൺ ഗ്ലാസ് ബോട്ടിലാണ്. ഇത് കണ്ടാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ല, ഇത് നമ്മൾ എക്സ്പോർട്ടിംഗ് പർപ്പസിനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. അടിപൊളി, പ്ലാസ്റ്റിക് ബോട്ടിൽ പോലെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ഈ 3 ഫ്ലേവർ ഒഴികെ ബാക്കി 112 ഫ്ലേവേഴ്സ് നമുക്ക് നോർമൽ ആയിട്ടുള്ള എല്ലാ ഫ്ലേവേഴ്സും ചെയ്യാം. നമ്മുടെ വേറൊരു ബ്രാൻഡാണ് ഇത്, വൈബ് എന്നുള്ള പേരിൽ. ഇതിൽ സ്ട്രോബെറി ചെയ്യാം, ഓറഞ്ച് ചെയ്യാം, പനീർ ചെയ്യാം, ലച്ചി, അങ്ങനെയുള്ള സോ മെനി ഫ്ലേവേഴ്സ്. 102 ഫ്ലേവേഴ്സോളം നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഈ പ്രീമിയം ഫ്ലേവേഴ്സ് ഒഴികെയുള്ള ഫ്ലേവേഴ്സ് അത്രയും ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് കാണേണ്ടത്, അറിയേണ്ടത്, ഇവിടെ അത്യാവശ്യം വലിയൊരു മെഷീനൊക്കെ കാണുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ ആണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ? നമ്മള് ഈ മെഷീന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 30 BPM ആണ്. എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ നമുക്ക് 30 ഗോലി സോഡ വരെ പ്രൊഡക്ഷൻ എടുക്കാം. ആദ്യം ഇപ്പൊ കാണാൻ പോകുന്നത് നമ്മളിത് ബോട്ടിൽ വാഷ് ചെയ്യുന്നുള്ളതാണ്. ബോട്ടിൽ വാഷ് ചെയ്യുന്നത് 2 പ്രോസസ്സിലൂടെയാണ്. ഒന്ന് നോർമൽ വെള്ളത്തിൽ ആദ്യം വാഷ് ചെയ്യും നമ്മൾ, ഫ്രഷ് ബോട്ടിലിന്. രണ്ടാമത് നമ്മൾ ആറോ വാട്ടറിൽ നമ്മൾ ഇതിനെ വാഷ് ചെയ്തെടുക്കും. അതാണ് നിങ്ങൾ കാണുന്നത്. 2 വാഷിംഗ് നടക്കും. 2 വാഷിംഗ്. ഈ ഫ്രഷ് ബോട്ടിൽ മാത്രം 2 വാഷിംഗ്. ബാക്കി ബോട്ടിൽസ് ആണെങ്കിൽ 3-4 വാഷിംഗ് ഒക്കെ നമ്മൾ റീസൈക്കിൾ ബോട്ടിൽസ് ആണെങ്കിൽ. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മിക്സിങ്ങിലേക്കാണ്. അപ്പോൾ നമ്മൾ ഫ്ലേവർ മിക്സ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെയ്യുന്നത് കിവിയാണ്. അപ്പോൾ കിവിയുടെ ഫ്ലേവർ മിക്സിംഗ് ആണ് നടക്കുന്നത്. കിവി നമ്മൾ ഒരു അരമണിക്കൂർ മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സമയം 2 ബോട്ടിലേക്കാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൽ നമുക്കൊരു 2000-2500 ബോട്ടിൽ ഫില്ല് ചെയ്യാം. അത് നമ്മൾ ഈ ഫ്ലേവർ മാത്രമാണ് ഇപ്പൊ ഈ ബോട്ടിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് വേണ്ട വെള്ളം ഇനി ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. അത് മെഷീനിലാണ് നടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മെഷീന്റെ വർക്ക് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ 4 യൂണിറ്റിലും ഈ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഒരേ സമയം എടുക്കാൻ പറ്റും. അങ്ങനെയാണ് 30 ബോട്ടിൽ 1 മിനിറ്റിൽ നമുക്ക് തയ്യാറാവുന്നത്. 30 ബോട്ടിൽ എടുക്കാൻ പറ്റും. ഇവിടെ എന്താ ശരിക്കും നടക്കാൻ പോകുന്നത്? നമ്മളിപ്പോ ഓരോ ബോട്ടിൽ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത് വെച്ചിട്ട് നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഉള്ളിലേക്ക് പോവാണ്. നേരെ ഉള്ളിലേക്ക് പോകും. ഇതിന്റെ മുകളിലുള്ള ആ കവർ ക്ലോസ് ആവും. അതിനുള്ളിൽ ഫില്ല് ചെയ്യുന്നത് തണുത്ത വെള്ളവും നമ്മളെ ആറോ വാട്ടർ കണക്റ്റഡ് ആണ്. ഇതിന് CO2 കൂടി മിക്സ് ചെയ്ത് ആ ഗോലി ക്ലോസ് ആവുക. അങ്ങനെയാണ് അത് ക്ലോസ് ആയിട്ട് നിങ്ങൾ ഈ കാണുന്ന രൂപത്തിലേക്ക് ആയിട്ട് മാറുന്നത്. അടിപൊളി. ഇത് പിന്നെ അത് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു അടിപൊളി ഗോലി സോഡയായി മാറി. ഇതിന് ശേഷം നമ്മൾ ഇത് ചെക്കിങ്ങിലേക്കാണ് പോകുന്നത്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ആൾക്കാരും ഓരോ ബോട്ടിൽ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, ഇത് ഏത് ബ്രാൻഡിലേക്കാണോ നമ്മൾ അടിച്ചത് ആ ബ്രാൻഡിന് അനുസരിച്ചിട്ടുള്ള ടോപ്പ് ബോട്ടം സ്ലീവ് സ്ട്രിങ് ചെയ്ത് അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, ബാച്ച് കോഡ്, MRP ഇട്ട് ബൾക്ക് പാക്ക് ചെയ്ത് പോകും. നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് എവിടെ വരെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പം സാധനങ്ങൾ പോകുന്നത് 1 കണ്ണൂർ, 2 വയനാട്, കാസർഗോഡ് 3 ഡിസ്ട്രിക്റ്റിലേക്കാണ് നമ്മൾ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളത് ബാംഗ്ലൂരിലാണ്, പിന്നെ ഖത്തറിലാണ്. ഖത്തറിലേക്ക് പോയിട്ടുണ്ട്. ഖത്തറിലേക്ക് നമുക്ക് ഹ്യൂജ് സെയിൽ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു കണ്ടെയ്നറാണ്, നമ്മൾ ഏകദേശം ഒരു 50,000 ബോട്ടിൽസ് ആണ് ഒരു 2 മാസം മുമ്പ് സാധനം അയച്ചത്. ഒരു റിട്ടേൺ ഓർഡേഴ്സ് വരാനുള്ള ഒരു സമയമായി. അത് ശരി, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഗോലി സോഡ നിങ്ങൾ ഖത്തറിലും എത്തിച്ചു. അതെ. ഞാൻ അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇത് ഈ ഒരു ഗോലി സോഡ ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് പലർക്കും അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് പ്രൈവറ്റ് ലേബലിംഗ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഗോലി സോഡ ആവശ്യമുള്ളൂ, ഇപ്പൊ പെറ്റ് ബോട്ടിലാണെങ്കിലും ഗ്ലാസ് ബോട്ടിലാണെങ്കിലും ഒരു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് 2 വർഷമായി കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മളൊരു സർവൈവൽ മോഡിലേക്ക് വന്നത്. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഗോലി സോഡ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവര് 15 ലക്ഷം 20 ലക്ഷം ഒക്കെ ചെറിയ മെഷീനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മളെ വലിയ ഇൻവെസ്റ്റ്മെന്റിലുള്ളതാണ്. അപ്പൊ ചെറിയ ടൈപ്പായിട്ട് തുടങ്ങണമെങ്കിൽ തന്നെ ഒരു 20 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അത് ചെയ്ത് തുടങ്ങുന്നതിനേക്കാളും അവരുടെ ബ്രാൻഡ് നെയിമില് അവർ പറയുന്ന ഫ്ലേവറിൽ നമുക്ക് സാധനം ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ബ്രാൻഡിൽ ചെയ്യണമെന്നില്ല, നമ്മളെ ബ്രാൻഡ് ചെയ്യണമെന്നില്ല. അടിപൊളി. അത് ശരി. അപ്പൊ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അവർ ഒരു എംഒക്കെ ഉണ്ട്, ഒരു മിനിമം ക്വാണ്ടിറ്റി സാധനം അവർ എടുത്താൽ മതി. അവർക്ക് ആവശ്യമുള്ള നിങ്ങളത് പർച്ചേസ് ചെയ്യുക, അവർ വിൽക്കുക, അതിന്റെ ലാഭം അവർ എടുക്കുക. അത്രേ ഉള്ളൂ. അതും അവരുടെ ബ്രാൻഡിൽ. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ള ജില്ലകളിൽ നിന്ന് അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് തന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുക, അത് നിങ്ങൾ കൊടുക്കുമോ? അതെ, നമുക്കിപ്പോ 14 ജില്ലകളിൽ 3 ജില്ല മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നേരിട്ടല്ല, നമുക്ക് 2 ജില്ലയിലെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തതാണ്. കണ്ണൂർ ജില്ല മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള 11 ജില്ലകളിലേക്ക് ആരെങ്കിലും നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനും റെഡിയാണ്. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് 4 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. അതില് നമുക്ക് ഒന്ന് വരുന്നത് ഗ്ലാസ് ബോട്ടിൽ റീസൈക്കിൾ ആണ്. ഇത് നമ്മൾ തിരിച്ചെടുത്തിട്ട് കടയിൽ നിന്ന് തിരിച്ചെടുത്ത് വീണ്ടും ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് 20 രൂപ MRP. അതിന്റെ തന്നെ പെറ്റ് ബോട്ടിലാണിത്, പ്രീമിയം ഗ്ലാച്ചോടെ പെറ്റ് ബോട്ടിലാണിത്. ഇതിന് 30 രൂപയാണ് MRP. ഇത് ഗ്ലാച്ചോ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന് MRP ഇല്ല, കാരണം നമ്മളെ നോർമൽ മാർക്കറ്റിൽ ഈ സാധനം വിൽക്കാറില്ല. ഇത് എക്സ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈ വൈബ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്നത് കംപ്ലീറ്റ് നോർമൽ ഫ്ലേവേഴ്സ് ആണ്. നമ്മൾ സ്ട്രോബെറി, ബ്ലൂബെറി, ഓറഞ്ച്, പനീർ, ലിച്ചി അങ്ങനെ വരുന്ന ഒരു 107ഓളം ഫ്ലേവേഴ്സ് വരുന്ന ഒരു ബ്രാൻഡാണ് വൈബ്. വൈബിന്റെ MRP 25 റുപ്പീസ് ആണ്, 25 രൂപ. അപ്പൊ ഇതിന്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഏകദേശം 10,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ഈ കംപ്ലീറ്റ് ഫാക്ടറി, നിങ്ങളുടെ കമ്പനി. അതെ, ഗോലി സോഡക്ക് വേണ്ടി ഇത്രയും ഏരിയസ് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് ഏരിയാസ് ഇവിടെ എംപ്റ്റി പ്ലേസ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും FMCG അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, നമുക്കൊരു ആഡ് ഓൺ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റൊരു ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളെയും കൂടി നമ്മൾ ഇതിലേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് നല്ല ഒരു ഐഡിയ ഉള്ള ഇത് കംപ്ലീറ്റ് മാനേജ് ചെയ്തിട്ട് അതിന്റെ കൂടെ മറ്റുള്ള ഫുഡ് പ്രോഡക്റ്റുകളും കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ആരെങ്കിലും നമ്മുടെ കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു യാത്രയിൽ അവർക്കും അതാവുമ്പോ അവർക്ക് ലാൻഡ് അന്വേഷിച്ച് പോകണ്ട, ഒന്നും വേണ്ട. നമ്മുടെ എല്ലാം സെറ്റാണ്. നമുക്ക് ഇവിടെ എല്ലാ സർട്ടിഫിക്കറ്റും FSSAI ആണെങ്കിലും GST ആണെങ്കിലും നമ്മുടെ കമ്പനിയുടെ ഫോർമേഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കംപ്ലീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, നോർമൽ കമ്പനി അല്ല. അതൊന്നും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് വരിക, അവർ ഐഡിയ ആയിട്ട് വരിക, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. എത്രയാണ് YNM ട്രേഡിംഗ് മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടല്ലേ. എങ്ങനെയാണ് ഗോലി സോഡ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എവിടെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രൈവറ്റ് ലാബിലിംഗ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ബ്രാൻഡ് ചെയ്തു തരുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തേലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.